ശബരിമല സംഘടിത കൊള്ളയിൽ അന്വേഷണം പാതി വഴിയിൽ കൂടുതൽ സമയം തേടാനുള്ള നീക്കത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ഉന്നതരുടെ പങ്കാളിത്തം അന്വേഷിക്കാൻ സമയം വേണമെന്നാണ് SIT. മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രതികളെയും പിടികൂടണമെന്നും വിശദീകരണം പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയിൽ കൂടുതൽ വാദം തിങ്കളാഴ്ച കേൾക്കും. വിവരങ്ങളുമായി MS വീണയാണ് നമുക്കൊപ്പം ചേരുന്നത്. എന്തായാലും വളരെ നിർണായകമായ വിവരങ്ങളാണ് ലഭിക്കുന്നത്. ഈ സ്വർണ്ണ കവർച്ചയിൽ SITയുടെ ഒരു അന്വേഷണത്തിൽ വിശ്വാസം അർപ്പിച്ചാണ് പൊതുസമൂഹം മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഈ സംഘടിത കൊള്ളയിൽ അന്വേഷണം പാതി വഴിയിലെത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. കൂടുതൽ സമയം തേടാനുള്ള നീക്കത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം എന്നുള്ളതാണ്. ഈ ഉന്നതരുടെയൊക്കെ പങ്കാളിത്തത്തിലാണ് കൂടുതൽ സമയം തേടേണ്ടി വരുന്നത് എന്നുള്ളതാണ് SITയുടെ വാദം. നമുക്കറിയാം, ഈ സംഘടിത കൊള്ള കേരളത്തിൽ മാത്രം നടന്ന ഒന്നല്ല. മറ്റ് പല സംസ്ഥാനങ്ങളെയും കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തേണ്ട വിഷയമാണ്. തമിഴ്നാടും കർണാടകയും ഒക്കെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടന്നു വന്നിരുന്നത്. എന്തായാലും മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രതികളെയും പിടികൂടണമെന്ന വിശദീകരണമാണ് ഇപ്പോൾ SIT വിഷയത്തിൽ നൽകുന്നത് എന്നുള്ളതാണ്. പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയിൽ കൂടുതൽ വാദം തിങ്കളാഴ്ച നടക്കുകയും ചെയ്യും. വിവരങ്ങൾ MS വീണയാണ് നമുക്ക് നൽകുക. വീണ, വളരെ നിർണായകമായ ഒരു വിഷയമെന്ന് പറയുന്നത് ഈ SITയുടെ അന്വേഷണത്തിൽ വിശ്വാസം അർപ്പിച്ച് പൊതുസമൂഹം മുന്നോട്ട് പോകുമ്പോൾ ഈ പാതി വഴിയിൽ അന്വേഷണം എത്തി നിൽക്കുകയാണ്. ഈ കൂടുതൽ സമയം തേടാനുള്ള കാരണം എന്താണ് വീണ? രാഖി, ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇടക്കാല ഉത്തരവ് നാളെയാണ് കോടതിയിൽ സമർപ്പിക്കേണ്ടത്. അതുപോലെ തന്നെ ഈ ഇടക്കാല ഉത്തരവ് കോടതിയിൽ സമർപ്പിക്കുമ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന്റെ പുരോഗതി, സ്വീകരിച്ച നടപടിക്രമങ്ങൾ, അക്കാര്യങ്ങൾ കൂടി വ്യക്തമാക്കേണ്ടതുണ്ട്. ആ പ്രൊസീജിയർ നാളെ SIT സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവും. ഇതുമായി ബന്ധപ്പെട്ട് നടന്ന പ്രൊസീജിയർ നാളെ SIT സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവും. ഇതുമായി ബന്ധപ്പെട്ട് നടന്ന സമയപരിധി കൂടുതൽ ചോദിക്കുവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇതുവരെ പിടിയിലായിട്ടുള്ളത് ദേവസ്വം ബോർഡിലെ മുൻ അംഗങ്ങളും സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മാത്രമാണ്. ഉന്നതരുടെ പങ്കുകൾ ഉണ്ട് എന്നുള്ളത് ആദ്യം മുതൽ തന്നെ വ്യക്തമായതാണ്. പത്മകുമാർ അടക്കം മൊഴി നൽകിയ വ്യക്തികളിൽ ഇതുവരെ അന്വേഷണം എത്തിയിട്ടില്ല എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇക്കാര്യത്തിൽ സർക്കാരിന്റെ സമ്മർദ്ദം SITക്ക് മുന്നിലുണ്ട് എന്നുള്ളതും അത്തരത്തിലുള്ള വിമർശനം കൂടി ഇപ്പോൾ സജീവമാവുന്ന ഒരു സാഹചര്യം കൂടിയാണ്. കാരണം പത്മകുമാർ പറയുന്നുണ്ട് താൻ ഏകപക്ഷീയമായ ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുത്തതിൽ അന്നത്തെ ബോർഡ് അംഗങ്ങളിലെ ഭരണസമിതിയുടെ തീരുമാന പ്രകാരമാണ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് എന്ന് പത്മകുമാർ ആവർത്തിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് നൽകിയ ജാമ്യാപേക്ഷയിലും വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് മറ്റ് ബോർഡ് അംഗങ്ങളെ കൂടി ഇതിന്റെ പരിധിയിൽ കൊണ്ടുവരണം, അവരെയും പ്രതിപട്ടികയിൽ ചേർക്കണം, കൂട്ടുത്തരവാദിത്വം ഉണ്ടെന്നാണ് പത്മകുമാർ ആരോപിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ബോർഡ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അന്നത്തെ ദേവസ്വം മന്ത്രിയും നിലവിലെ MLAയുമായ കടകംപള്ളി സുരേന്ദ്രൻ അറിയാമെന്ന് പത്മകുമാർ ആവർത്തിച്ചു പറയുന്നുണ്ട്. എന്നാൽ കടകംപള്ളി സുരേന്ദ്രനെ ഇതുവരെയും മൊഴിയെടുക്കുവാൻ അന്വേഷണ സംഘം വിളിപ്പിച്ചിട്ടുമില്ല. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് അടക്കം കടക്കേണ്ടതുണ്ട്. മാത്രമല്ല, അന്വേഷണം നിലവിലെത്തുന്നത് ദേവസ്വം ബോർഡ് അംഗങ്ങളെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. പത്മകുമാറിന് ശേഷം പത്മകുമാറിനെ അറസ്റ്റ് ചെയ്ത് ദിവസങ്ങൾ പിന്നിടുമ്പോൾ മറ്റൊരു പ്രതിയെയും ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇക്കാര്യങ്ങളിലൊക്കെ SIT സംഘത്തിനെതിരെ വിമർശനം നിലനിൽക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നിന്നും ചോദ്യങ്ങൾ ഉയരുമ്പോൾ സമയം നീട്ടി നൽകണമെന്ന ആവശ്യം കൂടിയാണ് SIT സംഘം ഹൈക്കോടതിക്ക് മുന്നിൽ നാളെ നൽകുന്ന അപേക്ഷയിൽ പറയുക. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സ്വർണം, അതായത് ശബരിമലയിൽ സ്വർണം പൂശുന്ന ബന്ധപ്പെട്ട് ഈ ശില്പങ്ങൾ, ദ്വാരപാലക ശില്പങ്ങൾ അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. തുടർന്ന് അതിനുശേഷം ഇതര സംസ്ഥാനങ്ങളിലെ പല വീടുകളിലും പ്രദർശനം നടത്തുകയും അവിടെ പൂജ നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തെളിഞ്ഞതുമാണ്. അതുമായി ബന്ധപ്പെട്ട് പണപ്പിരിവ് നടത്തിയിട്ടുണ്ട്. ആ പണപ്പിരിവിന്റെ വിവരങ്ങളും കൂടി പുറത്തു വരേണ്ടതുണ്ട്. ഉന്നതരുടെ പങ്കടക്കം വ്യക്തമായ ഒരു സാഹചര്യം കൂടിയുണ്ട്. അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഇതര സംസ്ഥാനത്ത് ഉള്ളവർക്ക് അവരും ഇതുമായി ബന്ധപ്പെട്ട് പങ്കാളികളായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ വ്യാപകമായി പണപ്പിരിവ് നടന്നിട്ടുണ്ട്. അവരിലേക്ക് ഇതുവരെ അന്വേഷണം എത്തിയിട്ടില്ല. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണം എത്തിയിരിക്കുന്നത് ഇത് ഇളക്കിക്കൊണ്ടുപോയി ശബരിമലയിൽ നിന്ന് സ്വർണം പൂശുന്നതിനായി ഇളക്കിക്കൊണ്ടുപോകാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി ഏൽപ്പിച്ചു. ഇതിന് നേതൃത്വം നൽകിയ വ്യക്തികളിൽ മാത്രം, അതും എല്ലാ വ്യക്തികളിലും എത്തിയിട്ടില്ല രാഖി. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബോർഡ് അംഗങ്ങളിൽ മാത്രം നിൽക്കുന്നു. അന്വേഷണം എവിടെ നിന്ന് ആരംഭിച്ചോ അവിടെ തന്നെ നിൽക്കുന്നു. ഉന്നതരുണ്ട് എന്ന് പറയുന്നതല്ലാതെ ഉന്നതരാരെന്ന് ഇതുവരെ തെളിഞ്ഞിട്ടുമില്ല. അക്കാര്യത്തിലും വിമർശനം നിൽക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തദ്ദേശ തിരഞ്ഞെടുപ്പ് പോരുമുറുകുന്ന ഒരു സാഹചര്യം ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഈ ഒരു സാഹചര്യത്തിൽ സ്വർണ്ണക്കവർച്ചാ കേസുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുമ്പോൾ, അതായത് CPMന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രിമാരിൽ ഒരാളാണ്. വളരെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ തന്നെ വലിയ രീതിയിൽ തന്നെ CPM പ്രതിരോധത്തിലാണ്. പത്മകുമാറിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം സമുന്നതനായ നേതാവാണ് CPMന്. അദ്ദേഹത്തിന്റെ അറസ്റ്റൊക്കെ ഉണ്ടായപ്പോൾ ആകെ ഒരു നടുക്കമാണ് CPMന്. ഇനി അടുത്ത ഉന്നതൻ ആരാണ് എന്നത് ഏതാണ്ട് പൊതുസമൂഹം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇതിനിടയിൽ ഉന്നതരിലേക്ക് കാര്യങ്ങൾ എത്താതിരിക്കാനുള്ള ഒരു ഗൂഢശ്രമം ഇതിന് പിന്നിലുണ്ടോ എന്നുള്ളത് തന്നെയാണ് ഏവരും സംശയിക്കുന്നത്.
അതാണ് രാഗി, അത്തരത്തിലുള്ള ഗൂഢാലോചന, ഗൂഢശ്രമം, നീക്കം നടക്കുന്നു എന്നുള്ള ആരോപണം കൂടി ശക്തമാവുകയാണ്. ഇന്ന് BJPയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കം വാർത്താ സമ്മേളനം വിളിച്ചിരുന്നു, MT രമേശ്. അദ്ദേഹം അടക്കം ഈ ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പിൽ നിന്നും കൃത്യമായൊരു സമ്മർദ്ദം SIT സംഘത്തിന് അനുഭവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഹൈക്കോടതിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നതെങ്കിൽ പോലും ഉദ്യോഗസ്ഥരെ സമ്മർദ്ദം ചെലുത്തുന്നതിനുള്ള നടപടിക്രമങ്ങൾ നടക്കുന്നുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അറസ്റ്റ് നടപടികൾ വേഗത്തിലാക്കുകയും പരിശോധന അടക്കമുള്ള നടപടിക്രമങ്ങൾ കഴിഞ്ഞിട്ടുള്ളത്. എന്നാൽ ഈ ഇലക്ഷൻ അടുത്തടുത്ത് വരുന്ന ഒരു സാഹചര്യത്തിൽ ഇതുവരെ മറ്റൊരു പ്രതിയിലേക്കും എത്തിയിട്ടില്ല. ഉന്നതരുടെ പേരുണ്ട് എന്ന് പറയുന്നതല്ലാതെ ഉന്നതരാരെന്ന് ഇതുവരെ വ്യക്തമായിട്ടുമില്ല. പത്മകുമാർ അടക്കം മൊഴിയിൽ കടകംപള്ളിയുടെ പേര് പറയുന്നുണ്ടെങ്കിൽ പോലും കടകംപള്ളി സുരേന്ദ്രനെ ഇതുവരെ മൊഴി എടുക്കാൻ വിളിപ്പിച്ചിട്ടില്ല. കടകംപള്ളി സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾക്കോ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇതുവരെ അതിനുള്ള പ്രാരംഭ നടപടികൾ പോലും സ്വീകരിച്ചില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിൽ പലതരത്തിലുള്ള നിലപാടുകൾ പാർട്ടിയും കടകംപള്ളി സുരേന്ദ്രനും ശബരിമല സ്വർണ്ണ കവർച്ചയിൽ അന്വേഷണം പാതി വഴിയിലാണ് എന്നുള്ളതാണ്. SIT കൂടുതൽ സമയം വേണമെന്ന ഒരു നിലപാടിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇതിൽ ഏറ്റവും നിർണായകം തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ ഉന്നതരായ പല നേതാക്കളിലേക്കും അന്വേഷണം എത്തുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഇത്തരത്തിലൊരു നീക്കം നടക്കുന്നത് എന്നുള്ളതാണ്.